ഹലോ, എസ്റ്റർ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹാൻഡ് പിക്ക് ആയിട്ടുള്ള കുറച്ച് സാരീസ് ആയിട്ടാണ്. കുറച്ച് പ്രീമിയം സാരീസ് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. മെറ്റീരിയൽ വൈസ് ആണെങ്കിലും വർക്ക് ആണെങ്കിലും ഒക്കെ നല്ല പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽ, നല്ല പ്രീമിയം ആയിട്ടുള്ള ക്ലാസി ആയിട്ടുള്ള വർക്കുള്ള സാരീസ് ആണ്. അപ്പോൾ ഒരു സാരി പോലും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് ഓരോരോ സാരീസ് വെച്ചിട്ട് പെട്ടെന്ന് കാണിക്കാവേ. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു സെമി ടെസർ സാരിയാണ്. ഇതിനകത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ലാവൻഡർ കളറിലുള്ള ആപ്ലിക് വർക്ക് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. നമ്മൾ നോർമലി എപ്പോഴും കോട്ടായിലും മൽചന്തേരിയിലും ഒക്കെയാണ് കൂടുതലും സാരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഒത്തിരി ആൾക്കാരും ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കാണിക്കാവോ എന്ന് ചോദിച്ച് എൻക്വയറി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രകാരം തന്നെ നമ്മൾ കുറച്ച് നല്ല ക്ലാസി ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെ ഇൻക്ലൂഡ് ചെയ്താണ്. ഇതാണ് ഈ സാരിയുടെ പല്ലു പോർഷൻ വരുന്നത്. ഇങ്ങനെയാണ് ഫുൾ ബോർഡറിലും ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതുകൂടാണ്ട് ഇതുപോലത്തെ ചെറിയ മോട്ടീവ്സും ഇതിന്റെ ഫുൾ ബോഡി കൂടെ വരുന്നുണ്ട്. പല്ലുവിൽ ഇതുപോലെ ക്ലോസ് ചെയ്ത് എംബ്രോയിഡറി വരുന്നുണ്ട്. അതിനുശേഷം ഒരു സെറി വീവിൽ വരുന്നത് പോലത്തെ ഒരു പല്ലുവിന്റെ എൻഡ് പോർഷനും ഉണ്ട്. അതിനുശേഷം ചെറിയ ടാസൽസ് കൊടുത്ത് ഒരു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന സാരിയാണ്. എന്നാൽ അതിന്റെ കളർ കോമ്പിനേഷൻ കൊണ്ടും അതുപോലെ അതിന്റെ മെറ്റീരിയൽ കൊണ്ടും ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഒക്കേഷൻസിനൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഡെയിലി വെയർ പർപ്പസിന് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ്. അതുപോലെ ഡിസൈൻസും ആണ്. ഒത്തിരി ഹെവി വർക്ക് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്ലാസി ആയിട്ടുള്ള ഒരു സാരിയാണ്. നമുക്ക് ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവുന്ന പാറ്റേണും അല്ല. നമുക്ക് ഒരിക്കലും വാങ്ങിച്ചു വെച്ചാൽ ഒരുപാട് പ്രാവശ്യം ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു സാരിയാണ്. നമ്മുടെ വാർഡ്രോബിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഈ സാരിയുടെ ബോർഡർ എൻഡിലും ഒരു ചെറിയൊരു സെറി വീവിങ് കൊടുത്തിട്ടുണ്ട്. ഉടുത്ത് വരുമ്പോഴും നല്ല ഫിനിഷിങ്ങോടുകൂടി എല്ലാവർക്കും ഒക്കെ ചേരുന്ന കളർ കോമ്പിനേഷൻസും ഒക്കെയാണ്. ഇത് കണ്ടോ, നന്നായിട്ട് ഞാൻ തിരിച്ചാണ് ഉടുത്തിരിക്കുന്നത്. ഇതിന്റെ പല്ലു താഴോട്ട് വരുന്നത് പോലെയാണ്. പല്ലു ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഞാൻ ഉടുത്തിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന ഇങ്ങനെയാണ്. ഇതിന്റെ പല്ലു പോർഷനാണ്. ഇതിന്റെ പുറകോട്ട് വരുന്ന പോർഷനാണ് ഇങ്ങനെ വരുന്നത്. ഇത് കണ്ടോ, നിറച്ചു ആ ഒരു ലാവൻഡറിന്റെ ആ ഒരു ഓഫ് വൈറ്റിന്റെയും ആ ഷെയ്ഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലതായിട്ട് ആ ഒരു നല്ല വർക്കിന്റെ, അതായത് ആപ്ലിക് വർക്കിന്റെ എല്ലാ എലഗൻസും അതിനകത്ത് നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് ബ്ലൗസിലാണെങ്കിലും സ്ലീവ്സിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് സ്ലീവ്സിൽ ബോഡി പോർഷനിൽ ഇതുപോലെ സെറി വീവ്സും കൊടുത്ത പോലെ ബ്ലൗസ് വരുന്നത്. ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്. കൂടെ സെറി വീവ്സ് ലൈൻസ് ആയിട്ട്, വെർട്ടിക്കൽ ലൈൻസ് ആയിട്ട് സെറി വീവ്സും സ്ലീവ്സിന്റെ എൻഡിൽ ഇതുപോലെ 3 ഡിസൈൻ ആപ്ലിക് വർക്ക് വരുന്നത് പോലെയാണ്. നമുക്ക് ആ ഒരു വെർട്ടിക്കൽ ലൈൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ വണ്ണം കുറവൊക്കെ ആയിട്ടുള്ള നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു വെർട്ടിക്കൽ ലൈൻസിന്റെ ഒരു പ്രത്യേകത അതാണ്. കൈക്കൊക്കെ വണ്ണം ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻസ് ഉള്ള ബ്ലൗസ് ഇടുമ്പോഴത്തേനും കൈക്ക് കുറച്ചുകൂടി ഒരു വണ്ണക്കുറവൊക്കെ ഫീൽ ചെയ്യും. ഉടുത്ത് വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം നമ്മൾ പ്രീമിയം സാരി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് 3395 റുപ്പീസ് ആണ്. നമുക്കൊരു കളർ ചേഞ്ചും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഒരു ബ്ലൂവിന്റെ ഒരു ഷെയ്ഡാണ്. ഗ്രേഷ് ബ്ലൂ വരുന്ന ഒരു ഷെയ്ഡാണ്. ഗ്രേയും എക്സാക്ട് ഗ്രേ ഷെയ്ഡും അല്ല, എക്സാക്ട് ബ്ലൂ ഷെയ്ഡും അല്ല, ഗ്രേഷ് ബ്ലൂ ഷെയ്ഡാണ്. ഇതും ഒരു റെയർ ഷെയ്ഡാണ്. നമ്മൾ ലാവൻഡറിനേക്കാളും കുറച്ചും കൂടി ഒരു റെയർ ഷെയ്ഡുമാണ്. നേരത്തെ കാണിച്ച എല്ലാ സെയിം പാറ്റേണിൽ തന്നെ ഈ ഡിസൈൻ ആണെങ്കിലും ബാക്കി ബേസ് കളർ ആണെങ്കിലും ബ്ലൗസും പല്ലുവും എല്ലാം സെയിം തന്നെയാണ്. ലാവൻഡർ ഷെയ്ഡിന് പകരം ഈ ഒരു ഗ്രേഷ് ബ്ലൂ ഷെയ്ഡ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്ലാസിക് ലുക്ക് ആയിരിക്കും. നല്ല പേൾ ജ്വല്ലറീസ് ഒക്കെ വെച്ച് പെയർ ചെയ്യുവാണെങ്കിൽ ഈ സാരി നമുക്ക് നല്ലൊരു ഒക്കേഷൻ, നല്ലൊരു ക്ലാസിക് റോയൽ ലുക്കിൽ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. സെയിം റേറ്റ് തന്നെയാണ് 3395. നെക്സ്റ്റ് നമ്മൾ വീണ്ടും കാണിക്കുന്നത് ഒരു കോട്ട ഫാബ്രിക്കിലാണ് സാരി വരുന്നത്. ഇതൊരു സോഫ്റ്റ് കോട്ട ഫാബ്രിക്, സൂപ്പർ നെറ്റിന്റെ തന്നെ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട ഫാബ്രിക്കിൽ ഫുൾ ബോഡിയും ഇതുപോലത്തെ ഫ്ലോറൽ ആയിട്ടുള്ള പ്രിന്റും അതിന് കൂടെ മിറർ വർക്ക് ഹൈലൈറ്റും കൊടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. സെൽഫ് കളർ തന്നെയാണ് മിറർ വർക്കിന്റെ ആ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത്. മിറർ വർക്ക് ഫിനിഷ് ആണ്, എക്സാക്ട് മിറർ അല്ല, സ്വീക്വൻസ് മിറർ ആണ്. പക്ഷെ സ്മോൾ മിറേഴ്സ് ഫുൾ ഇതിലും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. നേരത്തെ പോലെ തന്നെ ഒരു സിമ്പിൾ സാരിയാണ്, പക്ഷെ നല്ല ക്ലാസി ലുക്ക് തരുന്ന ഒരു സാരിയാണ്. നമുക്കിത് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യുന്നതിനേക്കാളും നല്ല ഭംഗി ഇത് നേരിട്ട് കാണാനായിട്ട്. കളർ ആണെങ്കിലും നേരത്തെ പറഞ്ഞ ഒരു ഗ്രേയിഷ് ബ്ലൂ ഷെയ്ഡാണ് കളർ വരുന്നത്. ഇതിനകത്ത് മിറർ വർക്കിന്റെ ഭംഗി ഇതിനകത്ത് എത്രമാത്രം വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഇത് കണ്ടോ, നമുക്കൊരു സൈഡ് വെച്ച് നോക്കുമ്പോൾ ഒക്കെ ആ ഒരു ചെറിയൊരു ഷൈനിങ് വരുന്നുണ്ട്. എന്നാൽ ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു ഭയങ്കര ഗോഡി മിറർ വർക്ക് ആ ഒരു ഫിനിഷ് വരത്തില്ല. ഒരു സിമ്പിൾ ആയിട്ട് ആ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ലാസി സാരിയാണ്. നല്ല ഒതുങ്ങുന്ന സാരി ആട്ടോ, ഒതുങ്ങുന്ന മെറ്റീരിയൽ കോട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ചൂടെടുക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ ഫുൾ ബോഡി വരുന്നത്. പല്ലു വരുമ്പോൾ ഇതുപോലത്തെ ഒരു സെറി ഫിനിഷോട് കൂടിയാണ് പല്ലു വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. ആ ഒരു ഗ്രേ, ഇതിന്റെ ബോർഡറിൽ കൂടെയും ഒരു ചെറിയ ഗ്രേ ബോർഡേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്.
സിംഗിൾ ലെയറിൽ വരുമ്പം ഇങ്ങനെ ഈ സാരി വരും. ഒത്തിരി ട്രാൻസ്പെറൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ഒരു സിംഗിൾ ലെയറിൽ ചെറിയൊരു ട്രാൻസ്പെറൻസി ഉള്ളൊരു മെറ്റീരിയൽ തന്നെയാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, വളരെ ഭംഗിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ. അത് നന്നായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ടാൽ പോലും ആ ഫ്ലീറ്റ്സ് ഒക്കെ അതുപോലെ കിടക്കുന്ന നല്ല ഷേപ്പിനൊത്ത് കിടക്കുന്ന നല്ലൊരു ടൈപ്പ് സാരിയാണ്. ഇങ്ങനെ വരും. ഇതിൻ്റെ പല്ലു പോർഷൻ വരുമ്പോൾ ഈ ഒരു പാറ്റേണിൽ വരും. കളർ കോമ്പിനേഷൻ ആട്ടോ ഇതിന്റെ കുറച്ചുകൂടെ ഹൈലൈറ്റ്. ആ ഗ്രേ വൈറ്റ് ആൻഡ് ഈ ഒരു സിൽവർ ബോർഡറൂടെ വരുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഇതിനകത്ത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത്. കോൺട്രാസ്റ്റ് ചെയ്ത് വരുന്നത് പോലെ ഒരു പാറ്റേണിൽ ചെറിയ ചെറിയ വീവിങ്ങോട് കൂടി തന്നെയാണ് ഈ ഒരു ബ്ലൗസ് പീസ് വരുന്നത്. ഇതിന്റെ ഒരു ബോട്ടം നമ്മൾ ആ ഉടുത്ത് കാണുന്ന പോർഷനിലൂടെയാണ് മിറർ വർക്ക് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ഫുൾ ബോർഡർ സാരീസിൽ വരുന്നത് പോലെ തന്നെ ഒരു ചെസ്റ്റ് പോർഷൻ വരെയും, ഇത് കണ്ടോ, ചെസ്റ്റ് പോർഷൻ വരെയും ഫുൾ ബോഡിയിലും ഇതുപോലെ മിറർ വർക്ക് വരുന്നുണ്ട്. അതിനുശേഷം വരുമ്പോൾ നമ്മൾ ഉടുക്കുമ്പോൾ കാണുന്ന ഭാഗത്തൂടെ ഇത് കണ്ടോ, ബോട്ടം പോർഷനിലൂടെ ഈ ഒരു മിറർ വർക്ക് വരുന്നുണ്ട്. മിറർ വർക്ക് വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് നമ്മൾ നേരിട്ട് കാണുമ്പോൾ പോലും ഈ പറഞ്ഞ സെൽഫ് കളർ ആയതുകൊണ്ട് അത്ര ഭയങ്കരമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് കാണത്തില്ല. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള സാരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചെറിയൊരു ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിലും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 3495 ആണ്. 3495. ഇതിനും ഈ ഹാൻഡ് വർക്ക് ആയിട്ടാണ് ഈ മിറർ വർക്ക് എല്ലാം വന്നിരിക്കുന്നത്. ഫുൾ ബോർഡറിൽ കൂടെയും ഇതുപോലെ ഈ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. പ്രിന്റഡ് ആയിട്ടുള്ള സാരിയിൽ ഇതുപോലെ ഫുള്ളായിട്ടും ഓരോ ഫ്ലവറിലും 3-4 ഡിസൈൻസ് വെച്ചിട്ടാണ്, 3-4 മിറർ വർക്ക് വെച്ചാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത്രയും ഹാൻഡ് വർക്ക്ഡ് ആയിട്ട് ചെയ്തൊരു സാരി ആയതുകൊണ്ട് തന്നെ ഇനി റേറ്റ് വരുന്നത്. അപ്പം ഇതിന് തന്നെ ഒരു കളർ ചേഞ്ചും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു ഓണിയൻ ഷെയ്ഡ്, ബേസ് കളർ സെയിം തന്നെയാണ്. ബേസ് കളറിൽ ഇതുപോലെ ഓണിയൻ, ഈ ഒരു ഗ്രേക്ക് പകരം ഓണിയൻ ഷെയ്ഡ് വരുന്ന ഒരു സാരിയും കൂടെ സെയിം. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. പ്രൈസും അതുപോലെ ബ്ലൗസ് അതുപോലെ എല്ലാം. ബ്ലൗസിൽ ഇതിനകത്ത് ബ്ലൗസ് വരുമ്പോൾ ഇതിനോട് മാച്ച് ചെയ്യുന്നത് പോലെ ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ വരും ബ്ലൗസ് വരുമ്പോൾ. സെയിം ഡിസൈൻസ് എല്ലാം തന്നെയാണ്, കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ 2 ഷെയ്ഡ്സ് ആണ് അപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വീണ്ടും ഒരു ഫ്ലോറൽ പാറ്റേൺ വരുന്ന കോട്ട സാരി തന്നെയാണ്. ഇതിനകത്ത് നല്ല തിക്കായിട്ടുള്ള എംബ്രോയിഡറി പാറ്റേൺ, ഇതിന്റെ ബോർഡറിൽ കൂടെ വരുന്ന ഒരു പാറ്റേണിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഒരു റോസ് ഫ്ലവർ ഡിസൈൻ ആണ് ഇതിനകത്ത് ഫ്ലോറൽ എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ഇതിന്റെ എൻഡിൽ നല്ല വീതിയിൽ തന്നെ ഇതുപോലെ ഒരു സെൽഫ് കളർ വെച്ചിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. അതുകൂടാണ്ട് ബോർഡറിൽ ഒരു ലേസ് പാറ്റേൺ കൊടുത്തിട്ട് ഹൈലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സാരിയാണ്. നമുക്ക് ഒരു ബാപ്റ്റിസം ആണെങ്കിലും ഒരു ഹോളി കമ്മ്യൂണിയൻ ആണെങ്കിലും അതുപോലെ ഒരു ഹൗസ് വാമിംഗ് പോലത്തെ ഫംഗ്ഷനുകൾക്കൊക്കെ ആണെങ്കിലും ഒക്കെ പെയർ ചെയ്യാൻ പറ്റും. അതല്ല നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടാണെങ്കിലും ഇച്ചിരി ക്ലാസി ആയിട്ടൊക്കെ പെയർ സാരി യൂസ് ചെയ്യേണ്ട ഒരു ഒക്കേഷൻസിനൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതിന്റെ ഒരു ഫുൾ സൈഡ് ബോർഡർ 3 ബോർഡേഴ്സിലും ഇതുപോലെ ഈ ഒരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പല്ലു പോർഷനും ഇതുപോലെയാണ് വരുന്നത്. ഇങ്ങനെ എംബ്രോയിഡറി വെച്ച് ക്ലോസ് ചെയ്യുന്ന ഒരു പാറ്റേണിലാണ് ആ ഒരു സാരിയുടെ പല്ലു പോർഷൻ വരുന്നത്. ഈ സാരിയും ജസ്റ്റ് ഞാനൊന്ന് വെച്ച് കാണിക്കാം. അപ്പം അതിൻ്റെ ട്രാൻസ്പെറൻസിയും അതിൻ്റെ ഒരു ഇത് ഉണ്ടോ, നമുക്ക് ഫ്ലീറ്റ്സ് ഒക്കെ എടുക്കാനാണെങ്കിലും വളരെ ഈസി ആയിട്ട് പെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഫ്ലീറ്റിന്റെ വീതിയിൽ വരുന്നത് പോലെ ഇതിനകത്ത് എംബ്രോയിഡറി വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഫ്ലീറ്റഡ് ആയിട്ടോ സിംഗിൾ ലെയറിലോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. വലിയ ട്രാൻസ്പെറൻസി ഒന്നും വരുന്ന മെറ്റീരിയൽ അല്ല. അതുപോലെ ഇതിനകത്ത് ബ്ലൗസ് വരുന്നതാണെങ്കിലും ഈ ഒരു പ്രിന്റഡ് ബ്ലൗസ് തന്നെയാണ് വരുന്നത്. ഒരു ലൈൻ പാറ്റേണിലാണ് പ്രിന്റ് വരുന്നത്. ആ ബ്ലൗസ് വെച്ച് പെയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് സെൽഫ് കളർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ട്രാൻസ്പെറൻസി വരത്തില്ലല്ലോ. ഇപ്പം ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് പോലെ ഇതിപ്പം ഇച്ചിരി വൈറ്റ് ഷെയ്ഡാ, ഈ ഒരു ബേജ് കളർ ബ്ലൗസ്, അതായത് ബേജ് ഓഫ് വൈറ്റ് ഷെയ്ഡാ, കറക്റ്റ് ബേജ് അല്ല, ബേജ് ഓഫ് വൈറ്റ് ഷെയ്ഡിലോട്ട് വരുന്ന ആ കളർ ബ്ലൗസ് വെച്ച് പെയർ ചെയ്യുവാണെങ്കിൽ നമുക്കിത് സിംഗിൾ ലെയറിലാണെങ്കിലും ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് കണ്ടോ, അന്നേരം ഇന്ത്യ ചെസ്റ്റ് പോർഷനിലെ ആണെങ്കിലും എംബ്രോയിഡറിക്ക് നല്ല ഹൈലൈറ്റ് വരും. ഇങ്ങനെ വരും നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേന് ഈ ഒരു സാരിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഞാൻ ജസ്റ്റ് ഫ്ലീറ്റ് ചെയ്ത് കാണിച്ചത്, ജസ്റ്റ് മുകളിലത്തെ ഫ്ലീറ്റ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. താഴത്തേക്ക് ആണെങ്കിൽ നല്ല ഫ്ലീറ്റ് അടുങ്ങി കിടക്കും, ഇങ്ങനെ വീർത്തൊന്നും കിടക്കില്ല.
നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്നത് പോലെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്ന പോലത്തെ സാരിയാണ്. ഇതിനകത്ത് നല്ല തിക്കായിട്ടുള്ള എംബ്രോയിഡറി വരുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ഫോൾസ് ഒന്നും അറ്റാച്ച് ചെയ്തില്ലെങ്കിൽ പോലും ഇതിന്റെ ബോട്ടം പോർഷൻ ആ ഒരു വെയിറ്റ് ഉള്ളത് കൊണ്ട് നന്നായിട്ട് ഒതുങ്ങി തന്നെ കിടക്കും. ഫോൾസ് അറ്റാച്ച് ചെയ്യുന്നതാണ് എപ്പോഴും സാരീസിന്റെ ലൈഫിന് നല്ലത്. എന്നാലും ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്നൊരു ആവശ്യത്തിന് വേണ്ടി ഇപ്പൊ വാങ്ങിച്ച ഉടനെ ഉടുക്കാനൊക്കെ ആണെങ്കിലും ഈ കളർ ഒരു ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് പെയർ ചെയ്തുകൊണ്ട് പോകുന്നത് കൊണ്ട് ഉടുത്ത് വരുമ്പം ആ ഒരു ഫിനിഷിങ്ങോട് കൂടി തന്നെ നമുക്ക് ഉടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ ബോർഡർ വരുന്നത്. ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് വരുന്നുണ്ട്. ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഒരു ലൈൻ പാറ്റേണിലാണ്. ഇങ്ങനെയാണ് ഇതിനകത്തെ ബ്ലൗസ് വരുന്നത്. നമുക്ക് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്ന കളർ കോമ്പിനേഷൻസ് കൂടെ യൂസ് ചെയ്തിട്ടൊരു സ്ട്രൈപ്സ് പാറ്റേണിൽ ഇതുപോലെയാണ് ബ്ലൗസ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ബ്ലൗസ് അല്ല, നിങ്ങൾക്ക് ഒരു പ്ലെയിൻ ഒരു സെൽഫ് ബോഡി കളർ ബ്ലൗസ് ഇട്ട് പെയർ ചെയ്താലും ഈ സാരി നന്നായിട്ട് തന്നെ പെയർ ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു കോൺട്രാസ്റ്റ് ബ്ലൗസിൽ ആ ഫിനിഷിങ് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു സാരി നമുക്കിപ്പോൾ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിനും ഒരു കളർ ചേഞ്ച് കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ ഫ്ലവർ പാറ്റേണിനാണ് കളർ ചേഞ്ച് വരുന്നത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ യെല്ലോ ഷെയ്ഡിന് പകരം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന യെല്ലോ ഷെയ്ഡിന് പകരം ഇതിനകത്തൊരു ഗ്രീൻ ബ്ലൂ കോമ്പിനേഷൻ, ഗ്രീൻ ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനാണ് ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇതും ഒരു ക്ലാസിക് കളർ കോമ്പിനേഷൻ തന്നെയാണ്. സെൽഫ് ബോഡി കളർ ഏകദേശം സെയിം തന്നെയാണ്. എന്നാലും ഡിസൈൻസ് വരുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു വ്യത്യാസം ഇതിന്റെ ബോഡി കളറിനുണ്ട്. കുറച്ചുകൂടി ഒരു പിങ്കിഷ് ആയിട്ടുള്ള ഒരു ബേജ് വരുന്നത് പോലെ, അങ്ങനെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. അതിന്റെ ബേസ് കളർ എംബ്രോയിഡറിയുടെ വ്യത്യാസം കൊണ്ട് വരുന്ന കേട്ടോ. ഏകദേശം സെയിം കളർ. ഇതിനകത്ത് യെല്ലോ ഷെയ്ഡ്സ് വരുന്നത് കൊണ്ടും ഇതിനകത്ത് ബ്ലൂ പിങ്ക് കോമ്പിനേഷൻ വരുന്നത് കൊണ്ടും ഉള്ളൊരു വ്യത്യാസമാണ്. ഇതിനകത്ത് കട്ടിയിൽ ഫ്ലവേഴ്സ് കൂടാതെ ഇതുണ്ടോ ആ ഒരു ചെറിയതായിട്ട് ഇത് മങ്ങിയ രീതിയിലും ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ട്. ഫുൾ ഫ്ലോറൽ ഡിസൈൻ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് വരുമ്പോഴത്തേനും ആ ഒരു കളർ കോമ്പിനേഷൻ ഇതിനനുസരിച്ചുള്ളതായത് കൊണ്ടാണ് ഇതിനകത്ത് തെളിമ വരുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇതിനകത്ത് 2 ഷെയ്ഡ്സ് വരുന്നത്. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെയാണ്. ബോർഡർ ഈ ഒരു വീതിയിൽ രണ്ടിനകത്തും ബോർഡർ ഉണ്ട്. അതുകൂടാണ്ട് ഇങ്ങനെ ഒരു ലേസ് വർക്കും വരുന്നുണ്ട്. ബാക്കി ബോർഡർ ഞാൻ ഈ സാരി ഓപ്പൺ ചെയ്ത് കാണിച്ചുകൊണ്ട് വീണ്ടും ഇത് ഓപ്പൺ ചെയ്യുന്നില്ല. എക്സാക്ട് സെയിം തന്നെ, കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പാറ്റേൺ സാരിയുടെ റേറ്റ് വരുന്നത് 3315 rupees ആണ്. 3315 rupees. അപ്പൊ ഈ കാണിച്ച 3 പാറ്റേൺ സാരീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇതിന്റെ 3ന്റെയും ലിമിറ്റഡ് പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഹാൻഡ് പിക്ക് കളക്ഷൻസ് ഒക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഹാൻഡ് പിക്ക് കളക്ഷൻസ് നമ്മൾ പൊതുവെ കുറച്ച് തന്നെ എടുക്കുന്നത്. കാരണം ശരിക്കും പേര് പോലെ തന്നെ വളരെ ഹാൻഡ് പിക്ക് ആയിട്ട് വളരെ ചൂസി ആയിട്ട് ഉള്ള കളക്ഷൻസ് മാത്രമേ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾ മെഷീൻ എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറി, കസ്റ്റമൈസ്ഡ് കളക്ഷൻസ് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്, വർക്കുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീക്ക്ലി വൺസ് നമ്മൾ സബ്സ്ക്രൈബർ കളക്ഷൻ വീഡിയോസ് ആയിട്ടും വരുന്നതായിരിക്കും. നമ്മൾ വീണ്ടും കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.